നമ്മുടെ സുഹൈൽ കുറ്റവാളികളെ ഉപദേശിക്കുന്ന 24-ലെ ഏക മനുഷ്യൻ. ഞാൻ കൊല്ലത്ത് കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഹൈലിനെ അങ്ങോട്ട് അയച്ചാലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ട്. ലൈൻ കിട്ടി നമ്മൾ ചോദിച്ചേനെ. സുഹൈലെ ഉപദേശങ്ങൾ എങ്ങനെ നന്ദിയായി പോകുന്നുണ്ടോ? ഏറ്റവും അവസാനമല്ലേ ഉപദേശിക്കുന്നത്? ഏതെങ്കിലും ഒരാൾ നന്നായതായിട്ട് അറിയിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഞാൻ രാവിലെ വരുമ്പോ നമുക്ക് ഫയൽ കുറവായിരിക്കും കേസുകളൊക്കെ. ഞാൻ അങ്ങനെ കരുതും ഉപദേശം കേട്ട് ക്രൈമൊക്കെ ഉച്ചയാകുമ്പോ ആളുകളൊക്കെ നേരെയായിട്ടുണ്ടെന്ന്. അല്ല, ഞാൻ പറയുന്നത് ഈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 കപ്പ് അതിനും കൊടുക്കാം. അതായത് സുഹൈലിന് ഉപദേശം കിട്ടി നന്നായിട്ടുള്ള ഏതെങ്കിലും സ്ഥിരം കുറ്റവാളികളുണ്ടെങ്കിൽ വിവരം അറിയിക്കുക എന്നുള്ളത്. അവർക്കും കപ്പ് കൊടുക്കും, അവരും ചായ കുടിക്കണമല്ലോ. ഈ ജയിൽ വകുപ്പൊക്കെ പിന്നെ എനിക്ക് എതിരാവും. അങ്ങനെ പ്രശ്നമുണ്ട്. കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്രയും കാലത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റവാളി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. അധികം വൈകാതെ കാണേണ്ടി വരും. ഒരാളെ ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. എനിക്ക് അത്യാവശ്യം ചില കുറ്റവാളികളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ദീപക്കിനെ അല്ല ഉദ്ദേശിച്ചേ. അല്ല, ഞാൻ എൻ്റെ കയ്യിൽ ചില ആളുകളൊക്കെ ഉണ്ട്. അത് വേണമല്ലോ നിങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരു കൊട്ടേഷൻ പാർട്ടിയെ പരിചയപ്പെടുത്തരാം. പരിചയപ്പെട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു. അത് ഉപദേശം തരുന്ന ആളാ കേട്ടോ. സുഹൈലിന്റെ ഈ ഉപദേശം യഥാർത്ഥത്തിൽ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പ്ലേ. അന്തസ്സിനേൽക്കുന്ന മുറിവിന് മറ്റെന്തിനേക്കാളും ആഴമുണ്ട്. സത്യം ശരി, കളക്ടർക്ക് ആവശ്യത്തിന് കൊള്ളാവുന്ന ശമ്പളവും അലവൻസുകളും ഉണ്ട്. തൽക്കാലം ആരുടെയും സാമ്പത്തിക സഹായം ആവശ്യമില്ല. അതുകൊണ്ട് കുരുക്കിൽ പെടരുത്. വീഴ്ചലിനോടൊപ്പം പുകച്ചിലുമുള്ള മസാജ് പാർലർക്കെതിരെ നടപടി ശക്തമാക്കും. വന്യമൃഗങ്ങൾ കാടിറങ്ങുകയാണോ, മനുഷ്യൻ കാട് കയറുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഭൗതിക തലത്തിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ മനുഷ്യജീവന് സുരക്ഷ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഇത് എവിടേക്കാ സുഹൈലെ സംഭവിച്ചത്? മൂന്നാറിൽ പോയ വഴിയാണോ? അല്ല സാർ, ഞാൻ കോട്ടയത്ത് റിപ്പോർട്ടിങ്ങിന് പോയതാണ്. ഇപ്പുറം അതായത് ഏഷ്യാന്യൂസുള്ള സമയത്തെ അതിലൊരു തമാശ ഉണ്ട് സാർ. നമ്മൾ ഈ ദിവസം ഒരു സ്റ്റോറി ഷെഡ്യൂൾ ചെയ്യണം. അപ്പൊ ഞാൻ എല്ലാ ദിവസവും കുമരകത്ത് പോയിട്ട് ഓരോ സ്റ്റോറികൾ ഇത് ചെയ്യും. കുമരകത്ത് അപ്പൊ കോട്ടയത്താണ്. അവിടെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും. എപ്പോഴും പഞ്ചായത്തിനെതിരെ ഇങ്ങനെ ഹൗസ് ബോട്ട് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഒരിക്കലൊരു വാർഡ് മെമ്പർ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുമരകത്ത് പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് അവാർഡൊന്നും കൊടുക്കുന്നില്ല, എല്ലാ ദിവസവും ഇവിടെ നിന്ന് ഇങ്ങനെ വാർത്ത ചെയ്യണമെന്നില്ലെന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെ പോയിരുന്നപ്പോൾ എടുത്തതാണ്. ഈ സുഹൈലിന് ഇഷ്ടംപോലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ. അത്യാവശ്യം എവിടേക്കാ പ്രധാനമായിട്ട് കണ്ടാ തിരിച്ചറിയുന്നവരാണോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു സുഹൈലിനെ അറിയാവുന്ന ഒരാൾ വരുന്നുണ്ട്. ഉപദേശിച്ച് നേരെയായ ഒരാളാണ്. ആളിനെ ഗസ് ചെയ്യാൻ പറ്റുമോ? എന്റെ ഓർമ്മയിൽ ആരില്ല സാർ. എന്റെ ഓർമ്മയിലുണ്ട്. അതിഥിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം. വരൂ. വിജേഷേ, നമസ്കാരം. വരൂ, ഇങ്ങോട്ട് വരൂ, രണ്ടുപേരും ഇങ്ങോട്ട് വരൂ. വിജേഷേ, നമുക്ക് ഒരു വീഡിയോ കണ്ടാലോ? വിജേഷ് സുഹൈലിന്റെ അടുത്ത കുറ്റിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതും കൂടെ കാണാം. പ്ലേ. നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ പേര്. ഞാൻ നിൽക്കണോ? വേണമെന്നില്ല. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് എടുക്ക്. ശരിയായിട്ടാ பாத்தீங்க മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും വിജേഷ്, അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത് എവിടെ വെച്ചായിരുന്നു ഈ സംഭവം? ഇത് നമ്മൾ
എരുമേലിയിൽ പേട്ടതുള്ളലിന്റെ രാവിലെ അവിടെ എത്തിയതാണ്. അപ്പോൾ സുഹൈലിനൊരു പ്രത്യേകത ഉണ്ട്. സുഹൈൽ ഭയങ്കര എന്താ റിപ്പോർട്ടർ ആവാൻ പറ്റിയ ഒരാൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഒരു സോഫ്റ്റ് സ്റ്റോറിക്ക് പോവുകയാണെങ്കിൽ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ സുഹൈൽ അവിടെ ഇരുന്ന് അവരോളം താഴ്ന്നിട്ട് അവരുടെ കൂടെ അങ്ങനെ ഒരാളാ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. സുഹൈലിന് അവിടെ ഓരോ ദിവസം ഒരു സ്റ്റോറി മസ്റ്റ് ആയിരുന്നു. പിന്നെ എരുമേലി പോയി അവിടെ പോയിട്ട് സുഹൈലിന്റെ നന്മമരം അങ്ങ് ഉദിച്ച് പൊങ്ങി മനസ്സിൽ നന്മയുള്ള ആളാണ്. അപ്പോൾ സുഹൈൽ അവിടുന്ന് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ പൈപ്പ് പൊട്ടി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ബാക്കിൽ 2 ലേഡി പിന്നെ പോലീസുകാരുണ്ട്, ചെറിയ KP ഇറങ്ങിയ ആൾക്കാർ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ പുഷ്പിച്ചു. അങ്ങനെ പുഷ്പിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തെറിച്ച് വന്ന ഈ അത് അവൻ പോയിട്ട് എന്ത് ചെയ്തു, ഇതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള അവിടെ നിന്ന് എന്തോ ഒരു ഘോഷയാത്ര വരുന്നുണ്ട്. ആ ദേവീന്റെ എന്തോ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ നനച്ച് പോലീസുകാരൊക്കെ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇല്ല. അതങ്ങനെ ഒറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജലം അമൂല്യമാണെന്ന രീതിയിലൊന്ന് തൊട്ടേ ഉള്ളൂ, അതുകൊണ്ട് പൊട്ടി. പിന്നെ ആ സമയത്ത് പിറകിൽ കോൺസ്റ്റബിൾസേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പൊട്ടിയപ്പോൾ പിന്നെ DYSP ഒക്കെ വന്നു. കാരണം അവിടെ ആളായി ബഹളമായി. പിന്നെ എല്ലാ മീഡിയക്കാരും വന്നു. അല്ല, ചീത്ത വിളിക്കാനല്ല, പിന്നെ DYSP കൂടി ഞാൻ നോക്കുമ്പോൾ പൈപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം അവര് വേറെ ആരും വിളിച്ചു. പിന്നെ നന്മമരം ഇങ്ങനെ പുഷ്പിക്കുന്ന നമ്മുടെ കോട്ടയം ബ്യൂറോയിലുണ്ടായിരുന്ന അവിടുത്തെ എല്ലാ ചാനലുകാരും ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരു ഷൂട്ടിന് പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാരൊക്കെ ഉണ്ടാവും. അവിടെ നന്മമരം പുഷ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിന്റെ കുട്ടികൾ വരുമ്പോഴാണ്. മറ്റു ചാനലുകളിൽ അവിടെ ഉണ്ടായിരുന്ന 2 പേര്, ഒരാൾ ഇവിടെ ഉണ്ട്. കഥയാണ് സാർ. അല്ല, അത് അവിടെ അല്ല, എനിക്കറിയാം. ഞാൻ വിജേഷിന്റെ മുഖത്ത് നോക്കിയിരിക്കുകയായിരുന്നു. വിജേഷ് സത്യം പറയുമ്പോഴും കള്ളം പറയുമ്പോഴും എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മൾ പ്രേക്ഷകരുടെ ചോദ്യം വരുന്നുണ്ട്. ചോദ്യം വിചാരം